ജെക്കിരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ അതങ്ങോട്ട് ഒഫീഷ്യലാക്കി. തമിഴ്നാട്ടിൽ വിജയും രാഹുൽ ഗാന്ധിയും ഒന്നുകയാണ്. കൂടാതെ തന്നെ തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കുന്നതിനായിട്ട് കോൺഗ്രസും തമിഴക വെട്രിക്കഴകം പാർട്ടിയും തമ്മിലുള്ള സഖ്യം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ മെയ് 7 അതായത് നാളെയാണ് വിജയുടെ സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അണ്ണാ DMKയിൽ നിന്നും MLA TVK പാർട്ടിയിലേക്ക് ചേക്കേറുന്നതായും തമിഴ്നാടിനെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയം കൊടുമ്പിരി കൊള്ളുകയാണ്. വിശദമായി നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അണ്ണാ DMKയിലെ ഒട്ടുമിക്ക MLA ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത തമിഴ്നാട്ടിലെ സർക്കാർ രൂപീകരിക്കാനായിട്ട് വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. DMK സഖ്യത്തിലുള്ള കോൺഗ്രസ് TVKക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന് കൈകൊടുത്തു. അത് വലിയ ഉപാധികളൊന്നുമില്ല. ആദ്യം കുറേ ഉപാധികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഉപാധികളൊന്നും ഇല്ലാതെ തന്നെയാണ് കോൺഗ്രസ് കൈകൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിന് ലക്ഷ്യം ലോക്സഭ ഇലക്ഷനാണെന്ന് TVKക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ലോക്സഭയിലേക്ക് സീറ്റ് TVK നൽകും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. 47 MLA അണ്ണാ DMKയ്ക്കുള്ളത്. അണ്ണാ DMKയിലെ മുതിർന്ന നേതാവായിട്ടുള്ള മൈലം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച CV ഷൺമുഖമാണ് TVKക്ക് പിന്തുണ നൽകാനുള്ള ആശയം മുന്നോട്ട് വെച്ചത്. അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം അവർക്ക് അധികാരം കിട്ടിയിട്ടില്ല. ഇനി വരാൻ പോകുന്ന 5 വർഷവും അധികാരമില്ല. ഇനി TVKക്ക് തുടർഭരണം ഉണ്ടായാൽ വീണ്ടും ഒരു 5 വർഷം പോയി പോകും. അപ്പോൾ വളരെയധികം ബുദ്ധിപൂർവം ഈ അണ്ണാ DMKയിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാർക്കൊക്കെ ഈ ഒരു അധികാരം വേണം എന്നുള്ള ഒരാവശ്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ മിക്കവാറും കണ്ടം ചാടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഭാവി, അവരുടെ ഫ്യൂച്ചർ സംബന്ധിച്ച് മിക്കവാറും അണ്ണാ DMKയിലെ ഒട്ടുമിക്ക MLA TVKയിലാണ് ലയിക്കാൻ പോകുന്നത്. അത് വരും ദിവസങ്ങളിൽ ചർച്ചയാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ VC ഷൺമുഖമാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. പാർട്ടിയിലെ ഭൂരിഭാഗം MLA ഇതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനായിട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാൾ പളനിസ്വാമിയോട് MLA ആവശ്യപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന വിവരം. അപ്പോൾ ഇരു പാർട്ടികളും തമ്മിൽ ചർച്ച നടക്കുന്നതായിട്ടാണ് അണ്ണാ DMKയുടെ ടിക്കറ്റിൽ ജയിച്ച ലീമ റോസ് പറയുന്നത്. ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിൻ്റെ ഭാര്യയായ ലീമയുടെ മരുമകൻ ആദവ് അർജുൻ TVKയിലെ മുതിർന്ന നേതാവാണ്. അപ്പോൾ TVKക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി അംഗീകരിക്കുന്നതിനോടൊപ്പം പാർട്ടിയെ പ്രസക്തമായി നിർത്തുകയാണ് ഇതിന് പിന്നിലെന്ന് മുതിർന്ന നേതാവ് ദേശീയ മാധ്യമത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. BJPയുമായുള്ള സഖ്യം അത് വിടാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയം ഇതാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അപ്പോൾ NDA വിട്ടിട്ട് അണ്ണാ DMK TVKയിലേക്ക് ചേക്കേറും എന്ന് തന്നെയാണ് ഒരു 90% നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 108 സീറ്റിൽ ജയിച്ച ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ TVKക്ക് കേവല ഭൂരിപക്ഷമായ 118-ന് 10 MLA കുറവാണുള്ളത്. വിജയ് 2 മത്സരിച്ചതിനാൽ ഫലത്തിൽ 11 MLA പിന്തുണ പാർട്ടിക്ക് നിർണായകമാണ്. അപ്പോൾ 5 MLA കോൺഗ്രസുമായിട്ട് TVK ചർച്ചകൾ നടത്തി അത് അധികം ഉപാധികളില്ലാതെ അത് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് BJPയിലേക്ക് ഒരിക്കലും സഖ്യം ചേരാൻ പാടില്ല എന്നുള്ളതാണ് ഒരു വലിയ ഉപാധിയായിട്ട് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കാനുള്ള ഏറ്റവും വലിയ സാധ്യത. കോൺഗ്രസ് DMKയുമായിട്ട് സഖ്യത്തിന്റെ ഭാഗമാണെന്നും എന്നാൽ ജനം തിരസ്കരിച്ച ജനങ്ങളിൽ തങ്ങൾ ഭാഗമായിരുന്നില്ലെന്നും കോൺഗ്രസ് നേതാവ് മാണിക്യം ടാഗോർ MP പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ TVKക്ക് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് നടപടിയെ രൂക്ഷമായ ഭാഷയിലാണ് മുതിർന്ന DMK നേതാവ് ഇളങ്കോവൻ വിമർശിച്ചത്. അപ്പോൾ എല്ലായിടത്തും കോൺഗ്രസിൻ്റെ രീതി ഇതാണെന്നാണ്. അതായത് ഈ സഖ്യം തകർക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും ഈ ഒരു സാഹചര്യത്തിൽ ദേശീയ തലത്തിലെ കൂട്ടുകെട്ടിൻ്റെ തീരുമാനം വരുന്ന ഇലക്ഷനിൽ എടുത്തോളാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസിനെ കൂടാതെ
PMK ഇടത് പാർട്ടികൾ, പിന്നെ VCK എന്നിവരുമായിട്ടും TVK ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതേസമയം ഇന്ന് ഗവർണറെ കാണുന്ന വിജയ് നാളെ തന്നെ സത്യപ്രതിജ്ഞയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. നമുക്ക് അതിന്റെ ഒരു ഓഡിയോ ഒന്ന് കേൾക്കാം. കോൺഗ്രസിന്റെ 5 MLA-മാർ വിജയുടെ ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്തെത്തി പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെയാകുമ്പോൾ 112 പേരുടെ പിന്തുണ, ഇനി 6 MLA-മാരുടെ പിന്തുണ ലഭിച്ചാൽ വിജയ്ക്ക് സുന്ദരമായി ഭരിക്കാൻ കഴിയും. അത് CPM, CPI, VCK എന്നീ DMK സഖ്യകക്ഷികളുടെ പുറത്തു നിന്നുള്ള പിന്തുണയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ലഭിക്കുമെന്ന് തന്നെ വിജയ് ഇപ്പോൾ കരുതുന്നു. അതുകൂടി കണക്കാക്കിയാണ് CPI-യും CPM-ഉമായി VCK-യുമായി സംസാരിച്ചത്. അത് ഏതാണ്ട് ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരം വൈകിട്ട് 3:30 അതായത് 1 മണിക്കൂറിനപ്പുറം വിജയ് ഗവർണറെ നേരിട്ട് പോയി കാണും. അതിനുശേഷം അദ്ദേഹത്തോട് സത്യപ്രതിജ്ഞയെ ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും 5 മണിക്കകം തന്നെ സമയം പ്രഖ്യാപിക്കുകയും ചെയ്യും. നാളെ രാവിലെ 11:30 ചെന്നൈയിലെ ജവഹർലാൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാകും സത്യപ്രതിജ്ഞ എന്നാണ് ഇപ്പോഴത്തെ വിവരം. അവിടെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയോടുകൂടി തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പൊ നാളെ 11:30 ആയിരിക്കും വിജയുടെ സത്യപ്രതിജ്ഞ. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.